യെസ്, ഇവിടെ മുസ്തഫ എവിടെ? 401 സാർ. സാരിപ്പ അങ്ങോട്ട്. നോ. ഹരി, നീയും ഇവിടെ. ഹരി, നീ എന്നെ തെറ്റിദ്ധരിച്ച. ഇനി എന്നെ അടിക്കരുത്. ഇവനെ കൊല്ലുക. ദേവൻ കൂടെ നടന്നുകൊണ്ട് ഇവനെന്നെ ചതിക്കുകയായിരുന്നു. കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ഞാൻ അവനെ സ്നേഹിച്ചു, വിശ്വസിച്ചു. ആ ബന്ധം മുതലെടുത്തുകൊണ്ടാണ് ഇവൻ എന്റെ അനിയത്തിയെ വശത്താക്കിയത്. അവളെ അവൻ നശിപ്പിച്ചു. പിന്നെയും ഇല്ല ദേവൻ, ഇവൻ കരുതുന്ന പോലെ ഞാൻ ആ കുട്ടിയെ ചീത്തയാക്കിയിട്ടില്ല. ഹരിയെ കാണുന്നതിന് മുമ്പ് എനിക്ക് ആ കുട്ടി അറിയാം. നുണയാണ് ഇവൻ പറയുന്നത്. കള്ളം, പച്ച കള്ളം, തെമ്മാടി. ഹരി, നീ പറ. സരസ്വതിയെ എങ്ങനെ കണ്ടു, എവിടെ വെച്ച് കണ്ടു എന്ന് ഞാൻ പറയില്ല. പക്ഷേ അന്നത്തെ പരിചയം വളർന്നു, ഞങ്ങൾ തമ്മിലെടുത്തു. പിന്നീട് പലതവണ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുമുണ്ട്. ഇനി കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് അവളെ ഞാൻ വിളിച്ചു വരുത്തിയത് ആദ്യം ദേവനെ അറിയിക്കാനും ഹരിയുടെ സമ്മതം മേടിക്കാനും. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്റെ പെങ്ങളെ ഞാനൊരു മുസ്ലിമിന് കൊടുക്കില്ല, നിന്നെ പോലെ മേത്തന്. എന്താ കുഴപ്പം? എടാ, ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരുത്തൻ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയാലും കെട്ടിയാലും അത് ദേശീയോദ്ഗ്രഥനമാണ്, നാഷണൽ ഇന്റിഗ്രേഷൻ. മറിച്ച് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഭൂരിപക്ഷ സമുദായക്കാരൻ പ്രേമിച്ചാലും കല്യാണം കഴിച്ചാലും അത് ദേശീയ കലാപമാവും, നാഷണൽ കലാമിറ്റി. മുസ്തഫ മേത്തനല്ലേ ന്യൂനപക്ഷക്കാരൻ? അപ്പൊ പ്രശ്നമില്ല. അവനവന് സഹോദരികളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു കൊടുത്തോ. പക്ഷെ എന്റെ സമുദായത്തിൽ നിന്നും ഞാൻ അനുവദിക്കില്ല. ഈ ശരീരത്തിൽ നിന്റെ സഹോദരിമാരെങ്ങനെയാണ് ജീവിച്ചതെന്ന് എനിക്കറിയാം. നീ തന്നെ പറഞ്ഞിട്ടില്ലേ, അവളുമാര് കൂടെ കടത്തിയവന്മാരുടെ ജാതിയും മതവും ഒക്കെ നോക്കിയാണോ? ആ നാണക്കേട് കൊണ്ടാണ് ഞാൻ നാടുവിട്ടത്. ഇന്നും വേദനിച്ച് കഴിയുന്നത്. പിഴച്ചു പോയവരെ പറ്റി ഇനി ഞാൻ ഓർക്കില്ല. അല്ലാത്ത ഒരുത്തിയെങ്കിലും രക്ഷിക്കണം. എന്റെ അനിയത്തിയെ ജീവിക്കാൻ, മാനമായി ജീവിക്കാൻ സഹായിക്കണം. അതിനാ ഞാൻ നിങ്ങളോടൊപ്പം കൂടിയത്. അതിനുവേണ്ടിയാ ഞാൻ എന്റെ പൂണൂല് പോലും പൊട്ടിച്ചെറിഞ്ഞത്. ഇല്ല ഹരി, ആ നൂൽ നിന്റെ ദേഹത്ത് നിന്ന് നീ പൊട്ടിച്ചെറിഞ്ഞുള്ളൂ. മുഷിഞ്ഞ ആ നൂൽ നിന്റെ മനസ്സിൽ ഇപ്പോഴും കുടുങ്ങി കിടപ്പുണ്ട്. മുസ്തഫ എനിക്കറിയാം. സരസ്വതി അവനും തമ്മിലുള്ള ബന്ധം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവര് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീയല്ല ആരെതിർത്താലും അത് നടക്കും. ഞാൻ നടത്തി കൊടുക്കൂടാ. Come on, have it. നഞ്ചപ്പ ഗൗഡർക്ക് ഒരേ ഒരു മകനായിരുന്നു വെങ്കടേഷ്. അയാളെ കൊലപ്പെടുത്തിയ സംഘത്തിൽ ആരെല്ലാം ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾക്കറിയാം. അതിൽ ഒന്നിനെയും വിടാതെ വെട്ടി നുറുക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു. പക്ഷേ ക്ഷമിച്ചു. ഹരികൃഷ്ണൻ, കോംപ്രമൈസ് ടോക്കിന് വന്ന നിങ്ങളുടെ കൂട്ടുകാരൻ ദേവൻ എന്താണ് ചെയ്തത്? സിൻഡിക്കേറ്റിലെ മുഴുവൻ അംഗങ്ങളുടെ മുന്നിൽ വെച്ച് വരദരാജൻ അവൻ കുത്തിക്കൊന്നു. ഡേവിഡ് അബ്രഹാമിനെ പോലും ശത്രുവാക്കി. അതിന്റെ ഫലം അവൻ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. സഹായിച്ചവരെ മുഴുവൻ അവൻ നശിപ്പിച്ചിട്ടേ ഉള്ളൂ.
തുടക്കം ഖാൻ സാഹിബിൽ നിന്നാണ്. ക്രൂരമായി ആ മനുഷ്യനെ കൊന്നു. അയാളുടെ ഭാര്യയെയും മകളെയും സ്വന്തമാക്കി മുഴുവൻ സ്വത്തുക്കളും കൈയടക്കി. ആദ്യം തള്ളയെ പുറത്താക്കി, ആവശ്യം കഴിഞ്ഞപ്പോ മകളെയും. ചെറുപ്പത്തിൽ നിങ്ങളുടെ ഇല്ലത്തെ എച്ചിൽ കഴിച്ച് വളർന്നവനായിരുന്നില്ലേ ഈ ദേവൻ? അതിന്റെ വൈരാഗ്യമാണ് ഇപ്പോ തന്നോട് കാണിച്ചത്. ഇല്ലത്തെ അന്തർജനങ്ങളെ അടക്കം തന്റെ കാൽ കീഴിൽ കൊണ്ടുവരിക, അന്ന് തനിക്ക് മോഹിക്കാൻ പോലും പറ്റാത്തത് സ്വന്തമാക്കുക. അന്യമതസ്ഥനായ മുസ്തഫയ്ക്കാണല്ലോ അനിയത്തിയെ കല്യാണം കഴിച്ചു കൊടുത്തത്. പക്ഷെ അവൾ ആരുടെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടി വരുമെന്ന് തനിക്കറിയോ? ജെയിംസ്, ഇയാൾക്ക് വിഷമമുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ സത്യം ഹരികൃഷ്ണൻ അറിയണം. പലരെയും നശിപ്പിച്ച ദേവൻ സ്വയം നശിക്കാൻ പോവുകയാണ്. അവന്റെ ശക്തിയും ധൈര്യവും ഞങ്ങൾ കുറച്ച് കാണുന്നില്ല. വേട്ടയാടപ്പെടുന്ന ഒരു കാട്ടുജന്തുവിന്റെ അവസ്ഥയിലാണ് അവനിപ്പോ. അവന്റെ ദിവസം എണ്ണപ്പെട്ട് കഴിഞ്ഞു. ആ കൂട്ടത്തിൽ നശിക്കണോ അതോ ഞങ്ങളോടൊപ്പം നിൽക്കണോ? ഹരികൃഷ്ണൻ തീരുമാനിക്കാം. ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും ബ്രെയിൻ വാഷ് ചെയ്യാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. ആലോചിക്കും. ആലോചിക്കാനൊന്നുമില്ല. നമ്മുടെ ഭരണഘടന ഇവിടുത്തെ കോടതികൾക്ക് പരമാധികാരം നൽകി. അവിടെയാണ് പിഴച്ചത്. ജുഡീഷ്യറി സർക്കാർ നയങ്ങളെ ചോദ്യം ചെയ്യാനും ക്യാബിനറ്റിന് മുകളിൽ അധികാരം സ്ഥാപിക്കാനും തുടങ്ങിയാൽ ഈ രാജ്യത്തെ നമ്മളെപ്പോലുള്ള ജനപ്രതിനിധികൾ എങ്ങനെ ജീവിക്കും? നമ്മളെ പോലുള്ള പാവപ്പെട്ടവർ എങ്ങനെയാ ജീവിക്കുന്നത്? അവിഹിതമായി ഞാൻ പണം സമ്പാദിച്ചത് അവർ കണ്ടെത്തി. ബാംഗ്ലൂരിലുള്ള എന്റെ മകളുടെ വീട് റെയ്ഡ് ചെയ്ത് 3.5 കോടി രൂപ അവർ പിടിച്ചെടുത്തു. അതിന് സാറിനെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. ഉണ്ടാക്കിയ കാശ് മുഴുവനും അടുക്കളയിലെ കലത്തിലും നിഷ്കാര പായലും പൊതിഞ്ഞു വെച്ചാ പിന്നെ ഐവിക്കാര് പൊക്കാതിരിക്കോ? ഇടോ, ഒരു കേന്ദ്രമന്ത്രിയുടെ വീട് റെയ്ഡ് ചെയ്യാൻ കോടതി ഉത്തരവിടുമെന്ന് ഞാൻ വിചാരിച്ചോ? അതും എന്റെ ഗൾഫ് പര്യടനത്തിനിടയ്ക്ക്. അങ്ങനെയാണെങ്കിൽ എന്നേക്കാൾ കൂടുതൽ സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ള എത്രയോ നേതാക്കന്മാരുണ്ട് ഇവിടെ. അവരുടെയൊക്കെ വീട് റെയ്ഡ് ചെയ്യോ? ഇനി ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ച് പണമാണെന്ന് പറഞ്ഞാൽ കുഴപ്പമാവോ? ഒരു പുല്ലും വരില്ലാന്നേ. വഴി ഞാൻ പറഞ്ഞുതരാം. ഹൃദയ ശസ്ത്രക്രിയക്കാണെന്നും പറഞ്ഞ് സാറ് പെട്ടെന്ന് ലണ്ടനിലേക്ക് പോകണം. തിരിച്ചു വന്നാലും ഒരു ഹൃദ്രോഗിക്ക് കിട്ടാനുള്ള പരിഗണനയൊക്കെ കോടതി തരാതിരിക്കത്തില്ല. പിന്നീട് അങ്ങോട്ട് ചോദ്യം ചെയ്യാൻ വരുമ്പോ നൊയമ്പ് നിസ്കാരം അങ്ങോട്ട് കഴിഞ്ഞേക്കണം. അല്ല, അസുഖം ഉണ്ടല്ലോ, പഴയ കാര്യങ്ങളെല്ലാം മറന്നുപോയെന്ന് ഫ്ലാറ്റായിട്ട് അങ്ങോട്ട് പറഞ്ഞേക്കണം. അത് വേറ്റില്ലെങ്കിൽ എയ്ഡ്സ് ആയിരുന്നു അറ്റായിരിക്കും അങ്ങോട്ട് പറഞ്ഞേ. ജീവന് പേടിയുള്ളവൻ പിന്നെ അങ്ങോട്ട് അടുത്തേക്ക് വരത്തില്ല. ഇയാള് വിഡ്ഢിത്തരം പറയാതിരിക്കുക. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഈ ക്രൈസിസിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പെട്ടെന്ന് ജനസ്വത്തെ തിരിച്ചുവിടാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒന്നുകിൽ ഒരു പൊളിറ്റിക്കൽ മാർഡർ, ജനങ്ങൾ ആരാധിക്കുന്ന ഒരു നേതാവിനെ തട്ടുക, അല്ലെങ്കിൽ ഒരു കലാപം, കമ്മ്യൂണൽ റൈറ്റ്സ്. അതിനേക്കാൾ നല്ല വഴിയാണ് നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്തത്. കാര്യമൊക്കെ കൊള്ളാം, പക്ഷെ ഒരു സിറ്റി മുഴുവൻ ബ്ലാസ്റ്റ് ചെയ്യിക്കാന്ന് പറഞ്ഞ എത്ര സ്ഥാപനങ്ങൾ നശിക്കും, എത്ര പേര് കൊല്ലപ്പെടും? അതാലോചിക്കുമ്പോഴാ ഗൾഫിലിരുന്ന് കൽപ്പിക്കുന്ന ഡേവിഡിനൊന്നും അറിയണ്ട. ഹി ഈസ് ഓൾവേസ് സേഫ്. കാര്യം നടത്തി കൊടുക്കുന്നവർക്ക് അതിന്റെ റിസ്ക്. ഹലോ, എന്ത് റിസ്ക്? ബ്ലാസ്റ്റിന് ആവശ്യമുള്ള RDX ബായി അയച്ചു തന്നിട്ടുണ്ട്. അതിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ വിലയും അദ്ദേഹം തരും. പിന്നെ നമ്മളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ഒരുത്തനും അറിയില്ല. ഈ സ്ഫോടനത്തിൽ ദേവദേവനെയാണ് നമ്മൾ പ്രതിയാക്കുന്നത്. അതിനു വേണ്ട എല്ലാ തെളിവുകളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്തിനും നിങ്ങൾ വിഷമിക്കണം? ഇനിയും നമുക്ക് കാത്തിരിക്കാം 7:30 വരെ.
simultaneous explosions in 11 crowded areas of the city. This act of violence is one of the most deadly incidents in the recent past in India, causing heavy damages and loss of life. It is suspected that these explosions are acts of retaliations for the demolition of a place of worship of a particular community which took place a few months before. It is also believed that one of the Portuguese terrorist organizations may have backed up this violent incident. However, no organization so far has claimed any responsibility for this gruesome incident.